ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഗ്ലോസറി ടേംസ് പരിചയപ്പെട്ടു അല്ലേ. റാൻഡമായിട്ട് കുറച്ച് വെയർ ഹൗസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേമുകളെ പരിചയപ്പെട്ടു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എനിവേ, നമ്മൾ ഇന്ന് കുറച്ചല്ല 3 ടൈപ്പ് ഓഫ് വെയർ ഹൗസ് ലേ ഔട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് അതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ദർ ആർ 3 ടൈപ്സ് ഓഫ് വെയർ ഹൗസ് ലേ ഔട്ട്സ്. ഓക്കെ, ഇതൊരു ടെറിബിൾ ടൈപ്പ് ഓഫ് ഡ്രോയിങ് ആണ്, എനിക്കറിയാം. എന്നിരുന്നാലും നമ്മളിവിടെ 3 ടൈപ്പായിട്ട് വെയർ ഹൗസ് ലേ ഔട്ട്സ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഇത് ആൻഡ് ദിസ് 3, ഇതിന് നമുക്ക് ഇത് യു ഷേപ്പ്, ഇത് ഐ ഷേപ്പ്, ഇത് എൽ ഷേപ്പ്. ഓക്കെ, ഇങ്ങനെ 3 ടൈപ്സ് ആയിട്ടാണ് ഒരു വെയർ ഹൗസിൻ്റെ ലേ ഔട്ടിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾക്ക് വെയർ ഹൗസസ് കാണാനായിട്ട് സാധിക്കും. ദെൻ നമുക്ക് ഓരോന്നായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സംഭവം അല്ലെങ്കിൽ എന്താണ് വരച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അത് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ട്രക്സ് ആൻഡ് ട്രെയിലേഴ്സ് ആണ്. ദെൻ ഇതാണ് എന്ത് വരുന്നത്. ഇപ്പോൾ ഈ ഒരു യു ഷേപ്പ് വെയർ ഹൗസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെയാണ് നമ്മുടെ ഡോക്ക് വരുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ ആയിരിക്കും ഷട്ടേഴ്സ്. എവിടെയാണോ വണ്ടി റിസീവ് ചെയ്യുന്നത് ആ ഏരിയയാണ് നമുക്ക് എന്ത് പറയുന്നത്, ഡോക്ക് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, എവിടെയാണത് ഡോക്കിംഗ് നടക്കുന്നത്. ഓക്കെ, സോ ഡോക്ക് ഏരിയയിൽ വന്നു, ഇതാണ് അൺലോഡ് ചെയ്യുന്ന സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ അവിടെ നിന്ന് റിസീവിങ് ബേ, അതായത് റിസീവ് ചെയ്തിട്ടുള്ള ഗുഡ്സ് നമ്മൾ ഇവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദെൻ പുട്ടവേ നമ്മൾ ഗ്ലോസറി ടൈമിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടവേ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ടീം പുട്ടവേ എടുത്തിട്ട് എന്ത് ചെയ്യും, സ്റ്റോറേജിലേക്ക് മാറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ സ്റ്റോറേജ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യാം, പിക്ക് ചെയ്യുന്ന ഏരിയസിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് മാറ്റാം. ഇതൊക്കെ ഇവിടെയാണ് വരിക. ഓക്കെ, അതോ ഞാൻ പറഞ്ഞ പോലെ ഓരോരോ വെയർ ഹൗസുകളും അവരുടേതായിട്ടുള്ള രീതിയിൽ യുണീക്കായിരിക്കും, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓപ്പറേഷൻ രീതികളിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അവർക്ക് അവിടെ എന്താണോ എളുപ്പം അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് ഓപ്പറേഷനാണോ അവരവിടെ നിന്ന് പെർസ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരവിടെ ചെയ്യുന്ന ഓപ്പറേഷനുകളിൽ വ്യത്യാസം ഉണ്ടാവും. എനിവേ, അപ്പോൾ ഇതൊരു ഏകദേശ കോൺസെപ്റ്റാണ്. ഇങ്ങനെ തന്നെയാണ് അവിടെ വർക്ക് ചെയ്യണം എന്ന് നിർബന്ധം വരുന്നില്ല. എന്നിരുന്നാലും ആ ഒരു ഐഡിയ ലൈക്ക് റിസീവിങ് ബേ, ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ദെൻ പിക്കിങ് ഇവിടെ വെച്ചിട്ടായിരിക്കുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഗ്ലോസറി ടേംസിൽ പറഞ്ഞ പോലെ ആ ഒരു പെല്ലറ്റൈസിങ്ങും മറ്റേ ഓർഡർ പിക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, സോ ഇവിടെ വെച്ചിട്ടായിരിക്കും എന്ത് നടക്കുന്നത്, ആ ഒരു പിക്കിങ് നടക്കുന്നത്. നമുക്കിപ്പോൾ ലൈക്ക് നിങ്ങൾ ലോജിസ്റ്റിക്സിൽ പഠിച്ച പോലെ നമ്മൾ ഫേസസ് ഓഫ് ലോജിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇൻബൗണ്ട്, പ്രോസസ്, ഔട്ട് ബൗണ്ട് ആൻഡ് റിവേഴ്സ് അല്ലേ. ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫേസസ് ഓഫ് വെയർ ഹൗസസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോഴും എന്താണ് ഇവിടെ എന്തുണ്ട്, ഇൻബൗണ്ട് ലൈക്ക് ഈ ഒരു റിസീവിങ്, ഇത്രയാണ് നമ്മൾ ഇൻബൗണ്ട് ആയിട്ട് പറയുന്നത്. ഇത്രയും എന്താണ് പിക്കിങ് അല്ലെങ്കിൽ സോർട്ടിങ്, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സെഗ്രിഗേഷൻ, ഇതൊക്കെയാണ് നമ്മൾക്ക് പ്രോസസ്സായിട്ട് പറയുന്നത്. ദെൻ ഇങ്ങോട്ട് വരുമ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഔട്ട് ബൗണ്ട്, ആ ഒരു പോർഷനാണ് അങ്ങോട്ടേക്ക് മാറുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെയും സ്റ്റോറേജ് സ്പേസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ദെൻ ഷിപ്പിംഗ് ബേ, ഇവിടെ പിക്ക് ചെയ്ത് നമ്മൾ സോർട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഗുഡ്സ് എന്ത് ചെയ്യുന്നു, ഷിപ്പിംഗ് ബേയിലേക്ക് മാറ്റുന്നു. അവർ ആ റിക്വയർഡ് ഡോക്യുമെൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് അവർ നമ്മുടെ കൺസൈൻമെൻറ്റ് അവിടെ നിന്ന് ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ വേറെ നമ്മുടെ തന്നെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ ലൈക്ക് EV ബിൽ ഉണ്ടാവും, പിന്നെ ഇൻവോയ്സ് ഉണ്ടാവും, പാക്കിംഗ് ലിസ്റ്റ് ഉണ്ടാവും, പ്രൂഫ് ഓഫ് ഡെലിവറി ഉണ്ടാവും. അത്തരം ഡോക്യുമെൻറ്റ്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്താണ് നമ്മൾ ഇവിടുന്നത് ഔട്ട് ബൗണ്ട് ലോഡിങ്, ഇവിടെ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബേയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ നിന്ന് മാനുവലി അല്ലെങ്കിൽ പല്ലറ്റ് ജാക്കോ ഫോർക്ക് ലിഫ്റ്റ് ഉപയോഗിച്ചിട്ട് ട്രക്സിൽ ട്രെയിലേഴ്സിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇവിടെയാണ് ഡോക്ക് വരുന്നത്, അടുത്ത ഡോക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഔട്ട് ബൗണ്ടും ഇത് ഇൻബൗണ്ടും, ഇവിടെയാണ് ആ ഒരു പ്രോസസ് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ആ ഒരു യു ഷേപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ.